മാസപ്പടി കേസാണ് വിഷയം. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ കുരുക്കി പുതിയ അന്വേഷണം. മാസപ്പടി ആരോപണം SFIOയ്ക്ക് വിട്ട് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി. വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിനെ കൂടാതെ CMRലും സർക്കാർ സ്ഥാപനമായ KSIDCയും അന്വേഷണ പരിധിയിലുണ്ട്. 8 മാസം കൊണ്ട് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഉത്തരവ്. ശ്രീജിത്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഇതിപ്പോ ROC അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ്. അങ്ങനെയാണ് ഈ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം ആദ്യം ഉത്തരവിട്ടത്. ഇപ്പോൾ SFIയിലേക്ക് ഈ അന്വേഷണം കൊടുക്കാൻ സമ്മർദ്ദമുണ്ടായിരുന്നുവെന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? അതല്ല ഹൈക്കോടതിയിലെ കേസിനെ തുടർന്നാണോ ഈ നീക്കം? അരുൺ, രണ്ട് തരത്തിലുള്ള അന്വേഷണമായിരുന്നു ഈ CMRL എക്സാലോജിക് മാസപ്പടി പരാതിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. ആദ്യം ബംഗളൂരുവിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷിച്ചു. ഈ ആദായ നികുതി വകുപ്പിൻ്റെ ഇടക്കാല തർക്കപരിഹാര ബോർഡ് കണ്ടെത്തിയ മാസപ്പടി എന്നുള്ള വിഷയം അത് ശരിവെക്കുന്നതായിരുന്നു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് റിപ്പോർട്ട്. ഈ തരത്തിൽ സീരിയസ് ആയ കമ്പനി നിയമങ്ങളുടെ ലംഘനം കണ്ടെത്തിനെ തുടർന്നാണ് പിന്നീട് അന്വേഷണം കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് വിട്ടത്. അങ്ങനെ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് അന്വേഷണം വിട്ടതിന് സമാന്തരമായിട്ടാണ് ഇത്തരം സീരിയസ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഒഫൻസ് അന്വേഷിക്കേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ് SFIO ആണ് എന്നുള്ള ഒരു പരാതി കോടതിയിൽ വന്നത്. ഒപ്പം തന്നെ പരാതിക്കാരനായ ഷോൺ ജോർജും ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇതെല്ലാം കൂടി കണക്കിലെടുത്താണ് ഇന്നലെ ഈ കേന്ദ്ര ഗവൺമെൻറ് SFIOയ്ക്ക് അന്വേഷണം വിട്ടുകൊണ്ട് തീരുമാനം എടുത്തത്. ഇന്നലത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത കൂടിയുണ്ട്. മുഖ്യമന്ത്രി മകളുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ തൻ്റെ കൈകൾ പരിശുദ്ധമാണ്, തനിക്ക് ഒന്നും ഒളിക്കാനില്ല. നേരത്തെ ഭാര്യയെപ്പറ്റിയും മറ്റും അനാവശ്യമായ കഥകൾ ഉണ്ടാക്കി പ്രചരിപ്പിച്ചവർ ഇന്ന് മകളുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കുന്നു എന്നല്ലാതെ ഇതൊന്നും കേട്ട് തൻ്റെ മാനസികമായ താനൊരു വിഷമത്തിലല്ല. കയ്യിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തവർക്ക് മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ ഒരു പേടിച്ച് നടക്കേണ്ട കാര്യമുള്ളൂ. തൻ്റെ കൈകൾ പരിശുദ്ധമാണെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ദിവസം തന്നെയാണ് ഈ അന്വേഷണ തീരുമാനവും വരുന്നത്. എന്തായാലും ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം ഏറ്റെടുക്കുന്നതോടെ ഇതിൻ്റെ ഈ മാസപ്പടി ആരോപണത്തിൻ്റെ ഗൗരവ സ്വഭാവം വർദ്ധിക്കുകയാണ്. കാരണം അന്വേഷിക്കാൻ, റെയ്ഡ് ചെയ്യാൻ, അറസ്റ്റ് ചെയ്യാനൊക്കെ അധികാരമുള്ള സംവിധാനമാണ് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള SFIO എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ അന്വേഷണ പരിധിയിലേക്ക് സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനമായ KSIDC കൂടി വരുന്നു. നേരത്തെ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിൻ്റെ അന്വേഷണ പരിധിയിലും എക്സാലോജിക്കിനെ കൂടാതെ കരിമണൽ കമ്പനിയായ CMRലും ഒപ്പം KSIDCയും വന്നിരുന്നു. അതുകൊണ്ട് സർക്കാർ കൂടി ഈ അന്വേഷണ പരിധിയിലേക്ക് വരുന്നു, ഈ അന്വേഷണത്തിൻ്റെ വലയത്തിലേക്ക് വരുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അടുക്കുമ്പോൾ പ്രതിപക്ഷത്തിനും BJPക്കും മുഖ്യമന്ത്രിക്കും CPIMനുമെതിരെ ഉന്നയിക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ആയുധമായി ഇത് മാറുകയും ആണ്. ശ്രീജിത്ത്, എക്സാലോജിക്ക്, മാസപ്പടി, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ തുടങ്ങിയ പേരുകൾ സ്വാഭാവികമായും ഈ വാർത്തയിലേക്ക് ഒരു ആകർഷണം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നോക്കൂ, ഇവിടെ 3 കമ്പനികൾ ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണ പരിധിയിൽ വരികയാണ്. CMRL, എക്സാലോജിക്ക്, KSIDC. നോക്കൂ, ഈ CMRലുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്നതുപോലെ ആദായ നികുതി വകുപ്പിൻ്റെ ഇൻട്രിം സെറ്റിൽമെൻറ്റ് ബോർഡ് റിപ്പോർട്ടിൽ ഒട്ടേറെ കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിനകത്ത് നികുതി ഇളവ് നൽകിയ മേഖലയുണ്ട്, നികുതി ഇളവ് നൽകാത്ത മേഖലയുണ്ട്. നികുതി ഇളവ് നൽകിയ മേഖലയിലേക്കും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം കടക്കുകയാണ് എങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കൾ CMRലിൽ നിന്ന് എത്ര പണം വാങ്ങി എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം വരുമോ? 1. 2, മാധ്യമപ്രവർത്തകർക്ക്, ഏറ്റവും ഒടുവിൽ മലയാള മനോരമ ദിനപത്രത്തെ തന്നെ കോട്ട് ചെയ്താൽ മാധ്യമപ്രവർത്തകർക്ക് പണം നൽകിയെന്നാണ് പറയുന്നത്, അതും കോടികൾ നൽകിയെന്നാണ് പറയുന്നത്. അത് അന്വേഷണ പരിധിയിൽ വരുമോ? 3-മത്തേത് ഉദ്യോഗസ്ഥർക്ക് ആണ്. ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് പണം നൽകാൻ ഒരു കമ്പനിക്കും അവകാശമില്ലല്ലോ, അത് വാങ്ങാൻ ഉദ്യോഗസ്ഥർക്കും കഴിയില്ല. ഇത്തരം കാര്യങ്ങൾ കൂടി അന്വേഷണ പരിധിയിൽ വന്നാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതം എന്ത്? നികേഷ് സൂചിപ്പിച്ച പോലെ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമാണ് അത്. കാരണം CMRL, എക്സാലോജിക്, KSIDC ഇടപാട് മാത്രമല്ല ഈ CMRലുമായി ബന്ധപ്പെട്ട ആദായ നികുതി വകുപ്പിൻ്റെ ഇടക്കാല തർക്കപരിഹാര ബോർഡിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ. അവിടെ മാധ്യമ സ്ഥാപനങ്ങളുണ്ട്, മാധ്യമ പ്രവർത്തകരുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുണ്ട്. അതിൽ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ മകളും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവരെ ഈ മുഴുവൻ ആളുകളെയും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരുന്ന ഒരു അന്വേഷണമായിരിക്കും ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുക എന്ന കാര്യത്തിൽ എന്നാണ് അറിയാനുള്ളത്. അത്തരത്തിൽ അങ്ങനെ ആരെയെങ്കിലും മാറ്റി നിർത്തി ഒരു അന്വേഷണം നടത്തുക സാധ്യവുമല്ല, അത് നീതിയുക്തമായിരിക്കുകയുമില്ല.
അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണ പരിധിയിൽ വരും. ഇപ്പോൾ നമുക്ക് പൊതുമണ്ഡലത്തിലേക്ക് വീണ വിജയൻ്റെയും എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട സ്വകാര്യ പണമിടപാടിൻ്റെയൊക്കെ കാര്യങ്ങളാണ് വരുന്നതെങ്കിലും ഈ ബംഗളൂരുവിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ മറ്റ് നേതാക്കന്മാരുടെ പേരുകൾ കൂടി ഉണ്ട് എന്നതാണ് പുറത്തു വരുന്ന വിവരം. അതുകൊണ്ട് തന്നെ നേരത്തെ പൊതുമണ്ഡലത്തിലുണ്ടായിരുന്ന ഈ റിപ്പോർട്ട് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ വെബ്സൈറ്റിലുണ്ടായിരുന്ന റിപ്പോർട്ട് പിന്നീട് മാറ്റി എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളും അവിടെ ഉണ്ട്. ശ്രീജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.